ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഏതെൻ്റെ അംഗനവാടിയിൽ നിന്ന് ടൂർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞാനും ജുവലും ഏതനുമാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഏതാ ചിരി ഇങ്ങനത്തെ സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. കാവേരി എലിഫന്റ് പാർക്ക്. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കാവേരി എലിഫന്റ് പാർക്കിലേക്കുള്ള എൻട്രി. അവരെല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ചേച്ചിയാണ് പറയുന്നത്. ചേച്ചി അങ്ങനെ വേറെ കുറേ സ്കൂളിൽ നിന്നുള്ള കുട്ടികളും ഉണ്ട്. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആ ചേച്ചിയാണ്. ആ ചേച്ചി മാത്രമല്ല, ഈ ചേച്ചിയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് അഡൾട്ടിന് 100 ആണ്. പിന്നെ 3 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അത് 3 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. സൗകര്യമുണ്ട്. അതിനകത്ത് ലവ് ബേഴ്സുകളുണ്ട്, ആഫ്രിക്കൻ ലവ് ബേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ലവ് ബേഴ്സ് ഉണ്ട്. അത് മറ്റേ കുറച്ച് സർവീസ് സൈസെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു അരേനെ കണ്ടത് അതിൻ്റെ ബാക്ക് 2 കിളിയുടെ കൂടുണ്ട്. തത്തയാണ്, അതിൻ്റെ കൂടുതൽ ആഫ്രിക്കൻ തത്തയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തത്തയുണ്ട്, കുറേ ഫിഷസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൈത്തൺ, പാമ്പ് കിട്ടാന്ന് പറഞ്ഞു. ആ വെള്ള ബിൽഡിംഗ് ഉണ്ടോ, അത് പൈത്തൺ. എല്ലാം ചെയ്യാം. പിന്നെ അതൊരു മലയാളമാണ്, ഷുഗർ സൈഡുണ്ട്, അതുണ്ട്. പിന്നെ ഹെഡ് ജോഗ് മറ്റേ കഴിഞ്ഞിട്ട് നമുക്ക് കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പ് ഡ്രിങ്ക്സ് അതെല്ലാം ഉണ്ട്, കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കൊച്ചിക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കും പ്രശ്നമാണ്. നമുക്കിപ്പോൾ മൊത്തത്തിൽ 7 ആനയുണ്ടെങ്കിൽ ഇന്ന് 3 ഉള്ളൂ. അതിന് 2 മണ്ടപ്പാട് ഇരിക്കുന്നു. ഈ ആനയെ നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ട് കുറച്ച് ഫോട്ടോകൾ എടുക്കാൻ, വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും. ആന സെക്ഷനായിട്ട് ഫോളോ ചെയ്യും. 2 മണ്ടപ്പാട് എടുക്കുക. ശരിക്കും ഒരു ക്യാമറ അതുകൊണ്ട് ഫോട്ടോ ആന എടുത്ത് പോകുന്നത്. പിന്നെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ബേഴ്സ് പാർക്കാണ്. ബേഴ്സ് പാർക്കിൽ ഓസ്ട്രിച്ച് ഉണ്ട്, മക്കാവ്, അങ്ങനെ പല പല ബേഴ്സുകളൊക്കെ ഉണ്ട്. അതായത് പച്ചമുട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് തോളിലെല്ലാം വയ്ക്കാനൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണ്. പാമ്പിന് കൈ എടുത്തില്ലേ, അതിന് കുഴപ്പമില്ല. ബേഴ്സിനെല്ലാം കൈ ഫീഡ് ചെയ്യാൻ പറ്റും. ഇഗ്വാനയൊക്കെ എടുക്കാൻ പറ്റും. എന്നിട്ട് സാധനം പറഞ്ഞു തരുമോ കേട്ടോ. ഫസ്റ്റ് ഇവിടെ അതേപോലെ കളിക്കുകയെല്ലാം ചെയ്യുന്ന ദിവസങ്ങളെ കാണും. എന്തെങ്കിലും ഉണ്ട് ഇപ്പം സ്കൂളുകൾ വന്നാൽ നല്ല എല്ലാവരും കൂടെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇന്നിങ്ങനെ 4-5 സ്കൂളുകൾ ഇല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നാലും ഇടയ്ക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചിരി ചിരി നമ്മുടെ കൈ പിടി. ആനയ്ക്ക് പിടിച്ചു കൊടുക്കട്ടെ ഞാൻ. ഗൈസ്, അതൊരു പിടിയാനയാണ് ഗൈസ്. ഇത് നീ പോസ് ചെയ്തു നൈസായിട്ടും തിരിഞ്ഞ് ഇച്ചിരി കൂടെ ചിന്ന റെഡി. 7 ആനകളാണ് ഉള്ളത്. പക്ഷേ 2 എണ്ണത്തിന് മതപ്പാട് കാരണം മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. പിന്നെ ആ ഒരു ഫീമെയിൽ ആന.
നടപ്പാടാണ് ഗൈസ്. ഇങ്ങോട്ട് വാങ്ങി കണ്ണി കൊടുക്കും. അതോ ഇതാണ് മറ്റുള്ള മുള്ളമ്പന്നിയുടെ കുഞ്ഞില്ലേ? നീ എന്താ ചെയ്തതിനു? നീ കമന്റ് പറയാതെ എനിക്ക് ചിരി. പ്രസ്യ ടീച്ചർക്ക് മീൽസ് മതി, അതുകൊണ്ട് ഞങ്ങള് കൊഞ്ച് ഫ്രൈ ഒക്കെ ആയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ഇടത്തിരി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ബാദറിന് പറയടാ. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതെൻ്റെ നേഴ്സറിയില്ല ടൂർ അവസാനിച്ചു വീട്ടിലെത്തി നല്ല ടയേർഡാണ് അപ്പം ബൈ.